എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള എഞ്ചിനീയറിംഗ് ഫാർമസി തേർഡ് അലോട്ട്മെൻറ്റും അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിനായിട്ടുള്ള ഓപ്ഷൻ രജിസ്ട്രേഷൻ അതുപോലെ ഓപ്ഷൻ കൺഫർമേഷൻ എന്നിവ നാളെ രാത്രി 11:59 അവസാനിക്കുന്നതാണ്. അപ്പോൾ പല വിദ്യാർത്ഥികളും ഓപ്ഷൻ കൺഫർമേഷനായിരിക്കും നൽകിയിട്ടുണ്ടാകുക. എന്നാൽ വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകണം എന്നുള്ളത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുക. നിങ്ങൾ കൺഫർമേഷൻ മുൻ വർഷങ്ങളിലുള്ളതുപോലെ അതായത് കൺഫർമേഷൻ മാത്രം ചെയ്തു കഴിഞ്ഞാൽ നിങ്ങളെ അലോട്ട്മെൻറ്റിലേക്ക് പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പത്രക്കുറിപ്പ് പ്രകാരം ഇതിൽ പറഞ്ഞിട്ടുള്ളത് നമുക്ക് എന്തൊക്കെയാണെന്ന് നോക്കാം. അതായത് മുൻ വർഷങ്ങളിലേതുപോലെ ഓപ്ഷൻ കൺഫർമേഷൻ മാത്രം നടത്തിയാൽ അലോട്ട്മെൻറ്റിനായിട്ട് പരിഗണിക്കുന്നതല്ല, ഓപ്ഷൻ രജിസ്ട്രേഷനും നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ് എന്നാണ്. അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള പ്രവേശനത്തിനായിട്ട് ഒന്നാം ഘട്ടത്തിൽ സമർപ്പിച്ച ഓപ്ഷനുകൾ മൂന്നാം ഘട്ടത്തിൽ പരിഗണിക്കുന്നതല്ല. ഒന്നാം ഘട്ടത്തിൽ അലോട്ട്മെൻറ്റിനായിട്ട് നൽകിയിരുന്ന ഓപ്ഷനുകൾ എല്ലാം റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ആയതിനാൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിന് പരിഗണിക്കപ്പെടണം എന്നുള്ളവർ പുതുതായിട്ട് ഓപ്ഷനുകളുടെ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. 1-2 ഘട്ടങ്ങളിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചവർക്കും ലഭിക്കാത്തവർക്കും ഇതുവരെ അലോട്ട്മെൻറ്റ് നടപടികളിൽ പങ്കെടുക്കാത്തവർക്കും പുതുതായിട്ട് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് വെബ്സൈറ്റിൽ രജിസ്ട്രേഷൻ അതായത് ഈ ഒരു മൂന്നാം ഘട്ടത്തിൽ രജിസ്ട്രേഷൻ ചെയ്ത് മൂന്നാം ഘട്ട അലോട്ട്മെൻറ്റിൽ പങ്കെടുക്കാവുന്നതാണ്. ഓപ്ഷൻ രജിസ്ട്രേഷൻ അതായത് പുതുതായിട്ട് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നവർക്ക് രജിസ്ട്രേഷൻ ഫീസ് ബാധകമാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് നടപടികളാണ് ഇപ്പോൾ നടക്കുന്നത്. ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള രണ്ടാം ഘട്ട അലോട്ട്മെൻറ്റ് ആയതിനാൽ അവരുടെ ഹയർ ഓപ്ഷനുകൾ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ ഈ ഒരു ഓപ്ഷനുകൾ ഈ ഒരു ഘട്ടത്തിൽ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ആവശ്യമായിട്ടുള്ള കോളേജിൽ നിർബന്ധമായിട്ടും സെലക്ട് ചെയ്ത് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യേണ്ടതാണ്. ഇവർക്ക് ഓപ്ഷൻ രജിസ്ട്രേഷൻ ഫീസ് ബാധകം അല്ല എന്നാണ് സൂചിപ്പിച്ചിട്ടുള്ളത്. അതുപോലെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നതിനായിട്ട് വിദ്യാർത്ഥികൾ അവരുടെ കാൻഡിഡേറ്റ് പോർട്ടലിൽ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും നൽകി ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ പേജിൽ കാണുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ എന്നുള്ള മെനുവിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ഫീ പേയ്മെൻറ്റ് പേജിൽ ലഭ്യമാകും. ബാധകമായിട്ടുള്ള രജിസ്ട്രേഷൻ ഫീസ് വിവരങ്ങൾ ഈ ഒരു പേജിൽ നൽകിയിട്ടുണ്ട്. ആർക്കിടെക്ചർ മാത്രം ഓപ്ഷൻ നൽകുന്നവർക്ക് ഫീസ് അടയ്ക്കേണ്ടതില്ല. അവർക്ക് പ്രൊസീഡ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് കൺഫർമേഷൻ പേജിൽ പ്രവേശിക്കാവുന്നതാണ്. അപ്പോൾ എഞ്ചിനീയറിംഗ് ഫാർമസി MBBS BDS കോഴ്സുകളിലേക്ക് ഓപ്ഷൻ നൽകുന്നവർ ആവശ്യമായിട്ടുള്ള ഫീസ് അടച്ച് കൺഫർമേഷൻ പേജിൽ പ്രവേശിച്ച് രജിസ്ട്രേഷൻ പങ്കെടുക്കാവുന്നതാണ്. ലഭിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ വിദ്യാർത്ഥികൾക്ക് ഓപ്ഷനുകൾ രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ്. അതായത് കൺഫർമേഷൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ലഭിക്കുന്ന ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള കോളേജ് കോഴ്സുകൾ ഓപ്ഷനായിട്ട് രജിസ്ട്രേഷൻ ചെയ്യാവുന്നതാണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിലെ ഇടതു പാനലിൽ നൽകിയിട്ടുള്ള കോളേജ് കോഴ്സ് സെലക്ട് ചെയ്യേണ്ടതും ഓപ്ഷൻ രജിസ്ട്രേഷൻ പേജിൻ്റെ വലതു പാനലിൽ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കോളേജ് കോഴ്സ് മുൻഗണനാക്രമം അനുസരിച്ച് ക്രമീകരിക്കേണ്ടതും ആണ്. ക്രമീകരണം പൂർത്തിയായാൽ സേവ് ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് രജിസ്ട്രേഷൻ സേവ് ചെയ്യേണ്ടതാണ്. തുടർന്ന് ഓപ്ഷൻ ലിസ്റ്റിൻ്റെ പ്രിൻ്റ് ഔട്ട് എടുക്കുകയോ സോഫ്റ്റ് കോപ്പി സൂക്ഷിക്കുകയോ ചെയ്യേണ്ടതാണ്. ആഗ്രഹിച്ച മുൻഗണനാക്രമം അനുസരിച്ചാണ് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്നത് എന്നുള്ളത് ഉറപ്പാക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ നൽകിയ ഓപ്ഷനുകൾ അനുസരിച്ച് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവരുടെ നിലവിലുള്ള അലോട്ട്മെൻറ്റ് അതായത് എഞ്ചിനീയറിംഗ് ഫാർമസി രണ്ടാം ഘട്ടത്തിലെ അലോട്ട്മെൻറ്റും ആർക്കിടെക്ചറിലെ ഒന്നാം ഘട്ട അലോട്ട്മെൻറ്റും റദ്ദ് ചെയ്യപ്പെടുന്നതായിരിക്കും. നിലവിൽ എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ പ്രവേശനത്തിലിരിക്കുന്ന വിദ്യാർത്ഥികൾക്ക് MBBS BDS അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ അവരുടെ എഞ്ചിനീയറിംഗ് ഫാർമസി ആർക്കിടെക്ചർ അലോട്ട്മെൻറ്റ് റദ്ദാക്കുന്നതായിരിക്കും. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന കോളേജ് കോഴ്സിൽ വിദ്യാർത്ഥികൾ പ്രവേശനം നേടേണ്ടതാണ്. വിശദ വിവരങ്ങൾക്ക് വിദ്യാർത്ഥികൾക്ക് 22-ാം തീയതി അതുപോലെ 24-ാം തീയതി എന്നീ തീയതികളിലെ വെബ്സൈറ്റിൽ നൽകിയിട്ടുള്ള വിജ്ഞാപനം കാണുക എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് എഞ്ചിനീയറിംഗിൻ്റെയും ഫാർമസിയുടെയും തേർഡ് അലോട്ട്മെൻറ്റിൽ നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് ഓപ്ഷനുകൾ നൽകൽ നിർബന്ധമാണ്. അതുപോലെ ആർക്കിടെക്ചർ കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് അതായത് ഈ ഒരു എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള തേർഡ് അലോട്ട്മെൻറ്റിലേക്കും അതുപോലെ തന്നെ ഫാർമസി കോഴ്സിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റിലേക്കും നിങ്ങളെ പരിഗണിക്കപ്പെടണം എന്നുണ്ടെങ്കിൽ പുതുതായിട്ട് നിങ്ങൾ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യണം. ആർക്കിടെക്ചർ കോഴ്സിലേക്ക് ഓപ്ഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ ഓപ്ഷൻസ് അവിടെ നിലനിർത്തിയിട്ടുണ്ട്. എന്നാൽ എഞ്ചിനീയറിംഗ് ഫാർമസി കോഴ്സിലേക്കുള്ള നിങ്ങൾ ഇതുവരെ നൽകിയിട്ടുള്ള ഓപ്ഷനുകളൊക്കെ റദ്ദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പുതുതായിട്ട് ഓപ്ഷൻ നൽകുന്ന വിദ്യാർത്ഥികളെ മാത്രമാണ് അതിൽ പരിഗണിക്കുക. എഞ്ചിനീയറിംഗിന് ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യാനായിട്ട് രജിസ്ട്രേഷൻ ഫീസ് നിങ്ങൾ ചിലപ്പോൾ അടയ്ക്കേണ്ടതായിട്ട് വരുന്നതാണ്. അതുപോലെ 2000 രൂപയാണ് ഫീസ് വരിക. അതുപോലെ തന്നെ ആർക്കിടെക്ചർ കോഴ്സ് മാത്രമാണ് നൽകുന്നതെങ്കിൽ ഈ ഒരു എക്സ്ട്രാ ഫീസ് ഉണ്ടായിരിക്കില്ല. കാരണം ഓൾറെഡി നിങ്ങൾ നൽകിയിട്ടുള്ള ഓപ്ഷൻസ് അവിടെ നൽകിയിട്ടുണ്ടാകും. അതായത് ഓപ്ഷൻസ്
അവിടെ നിലനിർത്തിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓപ്ഷൻ രജിസ്ട്രേഷൻ ചെയ്യുന്ന വിദ്യാർത്ഥികൾ പുതുതായിട്ട് ഓപ്ഷൻ നൽകുകയും അതിനുശേഷം കൺഫർമേഷൻ ചെയ്യുകയും ചെയ്യേണ്ടതാണ്. കൺഫർമേഷൻ മാത്രം നൽകിയാൽ അലോട്ട്മെൻറ്റിന് പരിഗണിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. ഓപ്ഷൻ രജിസ്ട്രേഷൻ നിർബന്ധമായിട്ടും നടത്തേണ്ടതാണ് എന്നുള്ളതും പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.